من أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشراهم بالجنة سبقت يا للبشرى يا للبشرى سعد خال رسول الله جاهد للإسلام ونصره كان مجاب الدعوة أبدا وتقيا لا يطلب شهرة. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഫുജൈറ വാഫി അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അശറത്തുൽ മുബശ്ശിറൂൻ സ്വർഗീയ പ്രവേശനം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരായ സ്വഹാബി വര്യന്മാരെക്കുറിച്ചുള്ള പഠനത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകരെ അനുഗ്രഹിക്കട്ടെ, അവരുടെ ജീവിതത്തിൽ അള്ളാഹു പുരോഗതി നൽകട്ടെ, നമ്മളുടെ പഠനത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ, ബറക്കത്ത് ചൊരിയട്ടെ എന്നാമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെക്കുറിച്ചാണ്. ധാരാളം പഠിക്കാനും മനസ്സിലാക്കാനും ഓർക്കാനും ഓർമ്മപ്പെടുത്താനുമുള്ള ഒരു വലിയ ജീവിതം സമർപ്പിച്ചുകൊണ്ടാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കടന്നുപോയിട്ടുള്ളത്. മഹാനവറുകളുടെ കുടുംബജീവിതത്തെ ഇത്തിരി കൂടുതൽ പറയേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. മഹാനവറുകളുടെ പിതാവിനെക്കുറിച്ച്, മാതാവിനെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്, തറവാടിനെക്കുറിച്ച്, മക്കളെക്കുറിച്ചൊക്കെ അല്പം സംസാരിക്കുന്നത് മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ, ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകളുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുമെന്ന് വിചാരിക്കുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ യഥാർത്ഥ നാമം സഅദ് ബിൻ മാലിക് ബിൻ ഉഹൈബ് ഇബ്ൻ അബ്ദ് മനാഫ് ഇബ്ൻ സഹ്റ ഇബ്ൻ കിലാബ് ബിൻ മുറ ഇബ്ൻ കഅബ് ബിൻ ലുഐ എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരിലെ കിലാബ് ബിൻ മുറ എന്ന് പറയുന്ന പിതാവ്, വല്ലിപ്പ, ആ വല്യുപ്പയിലേക്ക് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാക്കന്മാരുടെ പരമ്പരയും ചെന്നെത്തുന്നു എന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ ശരിക്കുള്ള പേര് മാലിക് എന്നാണ്. അബൂ വഖാസ് എന്നുള്ളത് അപരനാമമാണ്. അബൂ വഖാസ് എന്ന പേര് വരാനുള്ള കാരണത്തെ ചരിത്രത്തിൽ എവിടെയും കാര്യമായി രേഖപ്പെടുത്തി കാണുന്നില്ല. സത്യത്തിൽ ആ വാക്കും അതിൻ്റെ അർത്ഥവുമൊക്കെ സ്വാഭാവികമായും അറബികളിൽ നാമം വരുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അബൂബക്കറിന് സുദ്ദീഖ് എന്ന നാമം വരാൻ ഒരു കാരണമുണ്ട്. ഉമറിനിൽ ഫാറൂഖ് എന്ന നാമം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് വരാൻ കാരണമുണ്ടായിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അതുപോലെ സവിശേഷമായൊരു നാമമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനും അങ്ങനെ നാമമുണ്ട്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ സൈഫുള്ള എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ ചില പ്രത്യേക പശ്ചാത്തലത്തിൽ, പ്രത്യേക സംഭവ വികാസങ്ങളുടെ
പിന്നാമ്പുറങ്ങൾ അതുമായി ബന്ധമുണ്ട്, കണക്ഷനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഓരോരുത്തർക്കും അങ്ങനെ പേര് വരാനൊക്കെ കാരണങ്ങളുണ്ടാകും. എന്നാൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ വഖാസ് എന്നവർക്ക് വഖാസ് എന്ന് പേര് വരാൻ എന്താണ് കാരണമെന്ന് നമ്മുടെ ചരിത്ര വായനയിൽ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. സഅദ് എന്ന പേരുള്ള ഒരുപാട് സ്വഹാബിമാരുണ്ട്. ബദരീങ്ങളിൽ തന്നെ നമ്മൾ സഅദ് റളിയല്ലാഹു അൻഹും ഒരുപാട് സഅദ് എന്ന പേരുള്ള സ്വഹാബി വര്യന്മാരെ ബദരീങ്ങളെ നമ്മൾ എണ്ണാറുണ്ടല്ലോ, പറയാറുണ്ടല്ലോ. അബൂ വഖാസ് എന്നത് യഥാർത്ഥ പേരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശരിയായ അബൂ വഖാസ് എന്നത് വിളിക്കപ്പെടുന്ന പേരാണെങ്കിലും പിതാവിൻ്റെ ശരിയായ പേര് മാലിക് എന്നാണ് എന്നൊരു പക്ഷേ ചരിത്രത്തിൻ്റെ വായനയിൽ സാധാരണ ഒരു വായന നടത്തിയ ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പേര് കേൾക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് അബൂ വഖാസ് എന്നാണ് എന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിക്കും. സത്യത്തിൽ സഅദ് ബിൻ മാലിക് ഇബ്നു വുഹൈബ് എന്നാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബുൽ ഇസാബയിൽ 4 സഅദുമാരെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സഅദ് സഅദ് ബിൻ മാലിക് ബിനുൽ അസ്ദി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ സഅദ് സഅദ് ബിൻ മാലിക് സുഹരി അഥവാ സഅദ് നമ്മളൊക്കെ ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ചരിത്ര പുരുഷൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെയാൾ സഅദ് ബിൻ മാലിക് ബിൻ സിനാനുൽ ഖുദരി അൽ അൻസാരി. നമ്മളൊക്കെ ചരിത്രത്തിൽ പലപ്പോഴും കേട്ടിട്ടുള്ള ഹദീസുകളിൽ റാവിയായി പലപ്പോഴും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബിയായി കടന്നു വരാറുള്ള അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം സഅദ് ബിൻ മാലിക് സിനാനുൽ ഖുദരി അൽ അൻസാരി എന്നാണ്. ആ മഹാനെക്കുറിച്ചും കിതാബുൽ ഇസാബയിൽ മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ചില പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉണർത്തുകയും വിശദീകരിക്കുകയും ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. നമ്മളൊരു സാധാരണ പഠനമല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. നാലാമതായി വിശദീകരിക്കപ്പെടുന്ന സഅദ്, അദ്ദേഹത്തിൻ്റെ പേര് സഅദ് ബിൻ മാലിക് ഖാലിദിൻ സാഇദി അൽ അൻസാരി. മഹാനായ സഹൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ കേട്ടിട്ടുള്ള സ്വഹാബി വര്യനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സഅദ് ബിൻ മാലിക് ഖാലിദിൻ സാഇദി അൽ അൻസാരി. ഇങ്ങനെ 4 സഅദുമാരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബുൽ ഇസ്വാബയിൽ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തറവാട് കുടുംബം ബനു സഹ്റ ഗോത്രമാണ്. ഈ ബനു സഹ്റ ഗോത്രം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മാവന്മാരുടെ കുടുംബമായിട്ടാണ് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ഈ അമ്മാവന്മാരുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ പ്രതാപം പറയുന്നതായി ഫഖ്ർ പറയുമായിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു കാര്യം മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. കുന്ന ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فأقبل سعد بن وقاص فقال النبي صلى الله عليه وسلم هذا خالي فليرني امرؤ خاله. ഞങ്ങളിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആ സദസ്സിലിങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വന്നു. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാദാ ഖാലി, ഇത് എൻ്റെ ഖാലാണ്, എൻ്റെ അമ്മാവനാണ്. ഈ വന്നിരിക്കുന്നത് എൻ്റെ അമ്മാവന്മാരുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. ഫൽ യുരിനി ഇംറുഉൻ ഖാല, നിങ്ങൾ എൻ്റെ അമ്മാവൻ്റെ കൂട്ടത്തിൽ എന്നെ കണ്ടോളൂ, നോക്കിക്കോളൂ, ഞാൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണെന്നുള്ള നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിമാനം പറയുന്നതായിട്ട്
മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ജാബിർ റളിയല്ലാഹുവിൽ നിന്ന് റിവായത്ത് ചെയ്ത ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ വഴിയും ഒരു കുടുംബ ബന്ധം അവർക്കുണ്ട്. അമ്മാവന്മാരുടെ കുടുംബ താവഴി വിശദീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മ വഴിയും ആ ബന്ധം നിലനിൽക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് മാലിക് എന്നാണെങ്കിൽ മാതാവിൻ്റെ പേര് ഹംന ബിൻതു സുഫിയാൻ. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടവരായിരുന്നു അവരുടെ ഉമ്മ ഹംന ബിൻതു സുഫിയാൻ. ബനൂ ഉമയ്യ ഗോത്രക്കാരിയായിരുന്നു അവർ. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയാം, ഈ ഹംന ബിൻതു സുഫിയാൻ ബിൻ ഉമയ്യത്ത് ബിൻ അബ്ദി ശംസ് ബിൻ അബ്ദി മനാഫ് എന്ന് പറയുന്ന ഈ ഉമ്മ കഠിന ശത്രുവായിരുന്നു, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായിരുന്നുവെന്നാണ് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ പരിശുദ്ധരായ സ്വഹാബി വര്യന്മാരുടെ കൂട്ടത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു എന്നറിഞ്ഞതിൻ്റെ ശേഷം മഹാനവറുകളെ അവർ പലതരത്തിൽ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഈ മാതാവ് പറഞ്ഞു, നീ ഒരു പുതിയ മതം സ്വീകരിച്ച വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീ ആ മതം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പഴയ മതത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. നീ സ്വീകരിച്ച മതം മാതാവിനെയും പിതാവിനെയും ഒക്കെ അംഗീകരിക്കണമെന്നും അവർക്ക് ഗുണം ചെയ്യണമെന്നുമാണല്ലോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നീ ആ ഇസ്ലാമിനെ ഉപേക്ഷിച്ച് നിൻ്റെ പഴയ മതത്തിലേക്ക്, നമ്മുടെ പ്രപിതാക്കന്മാരൊക്കെ സ്വീകരിച്ചു പോയ മതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് നിർബന്ധം ശാഠ്യം പിടിക്കുകയുണ്ടായി. എത്രത്തോളം എന്ന് വെച്ചാൽ 3 ദിവസത്തോളം അവർ ഭക്ഷണം കഴിക്കാതെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നും സംസാരിക്കാതെ നീ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇങ്ങനെ തുടരുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ബുദ്ധിമുട്ടിക്കുകയുണ്ടായി. മൂന്നാമത്തെ ദിവസമായപ്പോൾ ആ മാതാവിന് ബോധക്ഷയം സംഭവിച്ചപ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ഉമാറ എന്നവർ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മാതാവ് തീർത്തും അപകടകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. നിങ്ങൾ മാതാവ് പറഞ്ഞത് കേൾക്കുന്നതായിരിക്കില്ല നല്ലത് എന്ന്. സ്വാഭാവികമായും മനസ്സിലൊരു ചാഞ്ചല്യമുണ്ടാക്കുന്ന വർത്തമാനമായിരുന്നു അത്. സത്യത്തിൽ മാതാവിന് വേണ്ടി പറഞ്ഞതാണ് ഈ ഉമാറ എന്നവരത്. പക്ഷേ ആ അസന്നിഗ്ധ ഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ പ്രത്യേകമായി ആയത്തിറങ്ങുകയും ആ വിഷയത്തിൽ എന്തു നിലപാട് സ്വീകരിക്കണമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഉമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് ആയത്തിറങ്ങി, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. എത്ര മനോഹരമായ പ്രഖ്യാപനമാണത്. അള്ളാഹുവിന് ശിർക്ക് വെക്കുന്ന വിഷയത്തിൽ നിങ്ങളെ ആര് ബുദ്ധിമുട്ടിച്ചാലും, ആര് പ്രയാസപ്പെടുത്തിയാലും, ആര് ഭീഷണിപ്പെടുത്തിയാലും ഫലാ തുതിഉഹുമാ, അങ്ങനത്തെ മാതാവിനോടും അങ്ങനത്തെ പിതാവിനോടും ഒരു കോംപ്രമൈസിനും നിൽക്കേണ്ടതില്ല, അവർക്ക് വഴിപ്പെടേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്നിട്ട് ഖുർആൻ അതിൻ്റെ തുടർച്ചയിൽ പറഞ്ഞു, വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ആ മാതാവിനോടും പിതാവിനോടും നിങ്ങൾ ദുനിയാവിൻ്റെ വിഷയത്തിൽ നല്ല രൂപത്തിൽ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. നാം നിലനിൽക്കുന്ന ആദർശം, നമ്മൾ ഉൾക്കൊണ്ട പരിശുദ്ധമായ മതം, അത് കേവല ഭീഷണികൾക്ക് മുമ്പിൽ നമ്മൾ ആരുടെയെങ്കിലൊക്കെ മുമ്പിൽ അടിയറവ് വെക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല, ആദർശബോധമല്ല എന്ന
വലിയ സന്ദേശമാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാതാവും പിതാവും എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുമായുള്ള ബന്ധം അറുത്തു മാറ്റാൻ സാധിക്കാത്ത, മുറിച്ചു മാറ്റാൻ സാധിക്കാത്ത ഏറ്റവും കനപ്പെട്ട ബന്ധമായിട്ട് പോലും പരിശുദ്ധമായ ദീനിൻ്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നും, അതേസമയം ഭൗതികമായ സഹായങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പുറകോട്ട് പോകരുത് എന്ന നിർദ്ദേശവും അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലെ ലുഖ്മാൻ സൂറത്തിലൂടെ അള്ളാഹു അത് പഠിപ്പിച്ചു കൊടുത്തു എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു തൻ്റെ മുസ്നദിൽ ഈ ഉമ്മയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തെ പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്. ഉമ്മ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അലൈസല്ലാഹു യഅ്മുറുക ബിസിലത്തിർ റഹ്മി വബിരിൽ വാലിദൈൻ, നിൻ്റെ പടച്ചോൻ, നീ സ്വീകരിച്ച പരിശുദ്ധമായ മതം എന്ന് നീ വിശ്വസിക്കുന്ന ഇസ്ലാമിൻ്റെ സൃഷ്ടാവ്, നിൻ്റെ റബ്ബ്, നിൻ്റെ ദൈവം നിന്നോട് പറയുന്നില്ലയോ, നിന്നോട് കൽപ്പിക്കുന്നില്ലയോ കുടുംബബന്ധം ചേർക്കണം, മാതാപിതാക്കളോട് ഗുണം ചെയ്യണമെന്ന്? എന്നിട്ട് പറയാണ്, വല്ലാഹി ലാ ആകുലു തുആമൻ വലാ അശ്റബു ശറാബൻ, ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഹത്താ തക്ഫുറ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ മുഹമ്മദിനെ നിഷേധിച്ചുകൊണ്ട് തിരിച്ചു വന്നാലല്ലാതെ അതുവരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല, അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമെന്ന് ഷാഢ്യം പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ പ്രത്യേകം ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കുന്നു. അങ്ങനത്തെ ഒരു മാതാവായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. എന്നാൽ പിതാവിനെക്കുറിച്ച് കാര്യമായി ചരിത്രത്തിൽ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി സഹോദര സഹോദരിമാരെ കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നത് നന്നാകും. 4 സഹോദരങ്ങളാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. എന്തുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരന്മാരെ കുറിച്ച് വിശദമായി പറയേണ്ടിയിരിക്കുന്നു എന്നത് സ്വാഭാവികമായി നമ്മുടെ മുന്നിൽ വരുന്നൊരു ചോദ്യമാണ്. തീർച്ചയായും സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരങ്ങളിൽ പലരും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ, അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ സാന്നിധ്യവും അഭിമാനകരമായ പ്രവർത്തനവും കാഴ്ചവെച്ച് കടന്നുപോയവരാണ് എന്നതുകൊണ്ട് തന്നെയാണ് 4 സഹോദരങ്ങളും ഒരു സഹോദരിയുമായിരുന്നു മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. ഒന്നാമത്തെ സഹോദരൻ്റെ പേര് ഉത്ബത്ത് ബിൻ അബി വഖാസ്. ഉത്ബത്ത് ബിൻ അബി വഖാസ് എന്നയാളാണ്. ഇദ്ദേഹത്തെപ്പറ്റി ചരിത്രം പറയുന്നത് തനിച്ച മതനിഷേധിയായിരുന്നുവെന്നാണ്. എല്ലാ നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടുത്ത പകയും വിദ്വേഷവും വെച്ചു പുലർത്തുകയും മനസ്സിൽ കൊണ്ട് നടക്കുകയും അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ അത് മുതലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പക വീട്ടാൻ ശ്രമങ്ങൾ നടത്തിയതായി ചരിത്രത്തിൽ കാണുന്നു. ഉഹദ് യുദ്ധത്തിൽ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഉഹദ് യുദ്ധം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയായിരുന്നല്ലോ. തന്ത്രങ്ങളിൽ പിഴവ് സംഭവിച്ചു, നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ മുസ്ലിം സൈന്യത്തിൽപ്പെട്ട പലരും പലയിടങ്ങളിൽ നിന്നും ചിതറിയോടുകയും ശത്രുവിന് വീണ്ടും തിരിച്ചു വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കപ്പെടുകയും ചെയ്ത ആ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെട്ട യുദ്ധത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി ദ്രോഹിച്ച ഒരാളായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരന്മാരിൽപ്പെട്ട ഉത്ബത്ത് ബിൻ അബി വഖാസ് എന്ന് പറയുന്നയാൾ. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനെതിരെ പ്രത്യേകം പ്രാർത്ഥന നടത്തിയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. യുദ്ധമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഇസ്ലാം സ്വീകരിക്കാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ 2 മക്കൾ, ആ 2 മക്കളും പരിശുദ്ധമായി ഇസ്ലാം സ്വീകരിക്കുകയും അവരിലൂടെ ഇസ്ലാമിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മകൻ്റെ പേര് നാഫി' ബിൻ ഉത്ബത്ത് ബിൻ അബി വഖാസ് എന്നായിരുന്നു റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ മകൻ്റെ പേര് ഹാഷിം ബിൻ ഉത്ബത്ത് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ മകനായ നാഫി' ബിൻ ഉത്ബത്ത് ബിൻ അബി വഖാസ് എന്നവർ റളിയല്ലാഹു അൻഹു ഫത്ഹ് മക്കയുടെ കാലത്ത്
പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബി വര്യനാണ്. വിശുദ്ധ ഖുർആൻ അത് മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ജനസഹസ്രങ്ങൾ കടന്നു വന്നതിനെ നീ കാണുന്നില്ലയോ, നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. നസ്റും ഫതഹും ലഭിച്ച പരിശുദ്ധമായ ഫതഹ് മക്കയെ കുറിച്ചാണ് അത് പറയപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകളിൽ പലയിടത്തും വിശദീകരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ആ ഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു നാഫിഅ റളിയല്ലാഹു അൻഹു. എന്നാൽ രണ്ടാമത്തെ മകൻ ഹാഷിം ബിൻ ഉത്ബത്ത് ബിൻ അബി വഖാസ് എന്നവർ, അദ്ദേഹത്തിൻ്റെ ശരിക്ക് ഓമന പേര് അൽ മിർഖാൽ എന്നായിരുന്നു. ഹാഷിം ബിൻ ഉത്ബത്ത് ബിൻ അബി വഖാസ് എന്നവർ വലിയ പോരാളിയായിരുന്നു. അൽ മിർഖാൽ എന്ന ഓമന പേര് വരാൻ തന്നെ കാരണം ആ വാക്കിനർത്ഥം യുദ്ധത്തിൽ വേഗത്തിൽ സഞ്ചരിച്ച് നന്നായി ആക്രമണം നടത്താൻ സാധിക്കുന്നയാളെന്നാണ്. അൽ മിർഖാൽ എന്ന വാക്കിനർത്ഥം അതാണ്. അതിവേഗതയിൽ യുദ്ധത്തിൽ പോരാട്ടം നടത്താനും ശത്രുവിനെ കീഴ്പ്പെടുത്താനും സാധിക്കുന്നയാളെന്നർത്ഥം. ആ പേര് വരാനുള്ള കാരണം അദ്ദേഹം വലിയ യോദ്ധാവായിരുന്നു. എത്രത്തോളമെന്നാൽ പേർഷ്യയും ഇറാഖും കീഴടക്കുന്ന സൈന്യത്തിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, യർമൂക്ക് യുദ്ധം കഴിഞ്ഞ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ ഷാമിൽ നിർത്തിക്കൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സന്ദർഭത്തിൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നിൽക്കുകയും അവിടെയുണ്ടായിരുന്ന സൈനിക വ്യൂഹത്തിൽ ഒരു സൈന്യത്തിൻ്റെ വലിയൊരു ഗ്യാങ്ങിൻ്റെ നേതാവായി, ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടത് മഹാനായ ഹാഷിം ബിൻ ഉത്ബത്ത് ബിൻ അബി വഖാസ് എന്ന സ്വഹാബി വര്യനാണ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരിക്കപ്പെടാത്ത സഹോദരൻ ഉത്ബയുടെ മക്കളിൽ പ്രധാനിയായ ഒരാളായിരുന്നു അത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖാദിസിയ യുദ്ധത്തിലും അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. രണ്ടാമത്തെ സഹോദരൻ, ഒന്നാമത്തെ സഹോദരൻ ഉത്ബയാണെങ്കിൽ രണ്ടാമത്തെ സഹോദരൻ്റെ പേര് ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ച പരിശുദ്ധരായ സ്വഹാബി വര്യനായിരുന്നു ഉമൈർ ബിൻ അബി വഖാസ് എന്നവർ. ആദ്യകാല മുഹാജിറുകളിൽപ്പെട്ടയാളാണ്. ഇത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആദ്യ സംഘത്തിൽ ഒന്നാമതായി ഹിജ്റ പോയവരുടെ കൂട്ടത്തിൽ മഹാനായ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹ്ബത്തിൽ, സഹവാസത്തിൽ കഴിഞ്ഞയാൾ കൂടിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഉമൈർ ബിൻ അബി വഖാസ് എന്നവർ. ചെറുപ്രായത്തിൽ തന്നെ ഷഹീദായ സ്വഹാബി കൂടിയാണ് മഹാനവറുകളുടെ ചരിത്രം നമ്മയേറെ ചിന്തിപ്പിക്കുകയും നമുക്കൊക്കെ ഒരു വലിയ ആത്മവിശ്വാസവും പരിശുദ്ധമായ ദീനിനോട് അവരൊക്കെ കാണിച്ച പ്രതിപത്തിയെ ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യുന്ന വലിയ സംഭവവികാസങ്ങൾ മഹാനവറുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊച്ചുപ്രായമായിരുന്നു, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഷഹീദായി പോവുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബദർ യുദ്ധത്തിന് വേണ്ടി സ്വഹാബികളൊക്കെ ഒരുങ്ങിപ്പുറപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടയാളികളായ ആളുകളേക്ക് ഒരുക്കി പുറപ്പെടുന്ന സന്ദർഭത്തിൽ മഹാനായ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഷഹീദാവാനുള്ള വലിയ ആഗ്രഹം, ഷഹാദത്ത് കിട്ടാനുള്ള വലിയ താല്പര്യം കൊച്ചുകുട്ടിയാണെങ്കിലും തൻ്റെ ജ്യേഷ്ഠനോട് പ്രകടിപ്പിക്കുകയുണ്ടായി. ജ്യേഷ്ഠനായ സഅദ് റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുക്കുന്നതിന് പ്രയാസമുണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പങ്കെടുക്കുന്നതിന് തടസ്സം നിൽക്കാൻ കാരണമാകുമോ എന്ന് ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് തോന്നുകയുണ്ടായി. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി എല്ലാവരും അണിയായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഉമൈർ റളിയല്ലാഹു അൻഹു പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ
ജ്യേഷ്ഠനായ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞു നിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു സഹോദരനോട് ചോദിച്ചു, മാലകയ അഖി, എന്തു പറ്റി സഹോദര നിനക്ക്? അന്നേരം അദ്ദേഹം മറുപടി പറഞ്ഞു, ഫഖാൽ ഇന്നി അഖാഫു അൻ യറാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കണ്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ കണ്ടുപോവുകയാണെങ്കിൽ വയസ്തസ്ഗിറുനി ഫയറുദ്ദുനി, റസൂലുള്ളാഹി തങ്ങൾ തീർച്ചയായും എനിക്ക് ചെറുപ്പമാണെന്ന് പറയാൻ സാധ്യതയുണ്ട്. ചെറുപ്പമാണെന്ന് പറഞ്ഞിട്ട് ഫയറുദ്ദുനി, എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ മദീനയിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞയക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അന ഉഹിബ്ബുൽ ഖുറൂജ്, എനിക്ക് പുറപ്പെടാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. ലഅല്ലല്ലാഹ യർസുഖുനി അശ്ശഹാദ, എനിക്ക് അള്ളാഹു ഷഹാദത്തു തന്ന രക്തസാക്ഷിത്വം തന്ന് അനുഗ്രഹിച്ചേക്കുമല്ലോ, എനിക്ക് അനുഗ്രഹം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ചെറുപ്രായക്കാരനായ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തെങ്ങനെ നോക്കി പടയാളികളെയൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ ഈ പയ്യനായ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. സ്വാഭാവികമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട്, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല, നിങ്ങൾ കുട്ടിയാണ്, അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തൻ്റെ അടങ്ങാത്ത ആഗ്രഹം പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. വല്ലാത്ത ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയും പൊട്ടിക്കരച്ചിലുമൊക്കെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുത്തു. അങ്ങനെ അടർക്കളത്തിൽ അദ്ദേഹം പോരാട്ടത്തിനു വേണ്ടി ഒരുങ്ങി തയ്യാറാവുകയാണ്. ജ്യേഷ്ഠനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തന്നെയാണ് അദ്ദേഹത്തെ ഒരുക്കുന്നത്. ആ ഒരുക്കുന്നതിനെക്കുറിച്ച് ചരിത്രഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാന സൈഫു ലാ യകാദു യസ്ബുതു അലൈഹി ലിസിഗരി സിന്നിഹി വനഹാഫത്തി ജിസ്മിഹി എന്ന്. വാൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉറപ്പിച്ച് തറപ്പിച്ച് നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല, ഉറപ്പിച്ചു നിർത്താൻ പോലും സാധിക്കുമായിരുന്നില്ല. കാരണം ലിസിഗരി സിന്നിഹി, കൊച്ചുപ്രായമായ കാരണത്താൽ വലിയ വാളുകളൊന്നും ശരീരത്തിൽ പിടിക്കാനോ ചേർത്ത് വെച്ച് കെട്ടാനോ ഒന്നും സാധിക്കാൻ മാത്രം വലുപ്പമോ ശാരീരികമായ വലുപ്പമോ തടിയോ ആരോഗ്യമോ ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ചെറിയ കുട്ടിയായിരുന്നല്ലോ. മാത്രമല്ല വനഹാഫത്തി ജിസ്മിഹി, അദ്ദേഹത്തിൻ്റെ തടി മെലിഞ്ഞതായതുകൊണ്ട് അതുപോലും ഉറച്ചു നിർത്താൻ പോലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. എങ്കിലും ഷഹീദാകാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ അള്ളാഹു സ്വീകരിച്ചു. യുദ്ധത്തിൽ അദ്ദേഹം മഹാനായ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഷഹാദത്ത് രക്തസാക്ഷിത്വം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. രണ്ടു സഹോദരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ സഹോദരൻ്റെ പേര് ആമിർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹവും ആദ്യകാല ഇസ്ലാം സ്വീകരിച്ചവരിൽ പെടുന്ന മഹാനായ വ്യക്തിത്വമാണ്, സ്വഹാബി വര്യനാണ്. ജ്യേഷ്ഠനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉമ്മയുടെ പീഡനം ഒരുപാട് സഹിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പിന്തിരിപ്പിക്കാൻ ഉമ്മ ശ്രമിച്ച സമയത്തൊക്കെ ആമിർ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനെ സമ്മർദ്ദപ്പെടുത്തുന്ന കാര്യത്തിൽ ഉമ്മയുടെ സമ്മർദ്ദത്തെ തടഞ്ഞു നിർത്തുന്ന കാര്യത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹിജറ പോയ കൂട്ടത്തിൽ ഹബ്ശയിലേക്ക്, അബ്സീനിയയിലേക്ക് ആദ്യം ഹിജറ പോയ സംഘത്തിൽ മഹാനായ ആമിർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് മദീനയിലേക്കുള്ള ഹിജറ പലായനം നടത്തിയവരിലും മഹാനായ ആമിർ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉഹദിലെ അതിശക്തമായ പോരാട്ടത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി ജീവിതം സമർപ്പിച്ചു ഷഹീദായി പോയവരാണ് ആമിർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ സഹോദരൻ അമ്മാർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പരാമർശം നടത്തിയതായിട്ട് നമുക്ക് കാണുന്നില്ല. മുസ്ലിമായിട്ടുണ്ടോ മുസ്ലിമായിട്ടില്ലയോ എന്ന കാര്യത്തിൽ രണ്ടു ചർച്ചകൾ നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പറയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാനും സാധിക്കുന്നില്ല. ഏതായാലും 4 സഹോദരങ്ങൾ അവരാണെങ്കിൽ അഞ്ചാമത് അവർക്കുണ്ടായിരുന്നത് ഒരു സഹോദരിയാണ്. സഹോദരിയുടെ പേര് ഖാലിദ ബിൻത് അബി വഖാസ്.
ഖാലിദ ബിൻത് അബി വഖാസ് എന്നവരുടെ ഭർത്താവ് സമുറ ബിൻ ജുനാദ ബിൻ ജുനൈദ് എന്നവർ പരിശുദ്ധമായ ദീനിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സമുറ ബിൻ ജുനാദ ഇബ്നു ജുന്ദുബിൻ സവായി എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരു കാണാൻ സാധിക്കുന്നത്. ഈ സമുറ എന്ന് പറയുന്നത് വലിയ പോരാളിയായിരുന്നു. ഖാദിസിയ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇറാഖ്, കൂഫയൊക്കെ കീഴടക്കുന്ന ആ വലിയ സൈന്യത്തിൽ മഹാനവറുകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, അവിടുത്തെ യുദ്ധങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ അവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തതായിട്ടാണ് മഹാനവറുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏക സഹോദരിയായ ഖാലിദ ബിൻത് അബി വഖാസ് എന്നവരുടെ ഭർത്താവ് സമുറ ബിൻ ജുനാദ ഇബ്നു ജുന്ദു സവായി എന്ന് പറയുന്ന സഹാബി വര്യൻ പരിശുദ്ധമായ ദീനിനു വേണ്ടി ധാരാളമായി പോരാടുകയും ജീവിതം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കുള്ള സന്താനങ്ങളിൽ പലരും പ്രശസ്തരാണ്. പ്രത്യേകിച്ചും ജാബിർ ബിൻ സമുറ എന്നവർ പിതാവിൻ്റെയും അമ്മാവൻ്റെയും കൂടെ, പിതാവായ സമുറ റളിയല്ലാഹു അൻഹുവിൻ്റെയും അമ്മാവനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെ ഖാദിസിയ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും ആ യുദ്ധത്തിനു ശേഷം ജീവിതവും താമസവും കൂഫയിൽ തുടരുകയും തൻ്റെ 74-ാം വയസ്സിൽ കൂഫയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തതായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ 5 പേർ, 4 പേർ സഹോദരങ്ങളും ഒരു സഹോദരിയും. ഇവരിൽ 4 പേർക്കും വളരെ പ്രശസ്തമായ ചരിത്രത്തിൽ ഒരുപാട് അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ധാരാളമായി വിശദീകരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് നമ്മളവിടേക്ക് കൂടുതൽ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു ആ മഹാന്മാരായ സ്വഹാബി വര്യന്മാരുടെ കൂടെ സ്വർഗീയ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ, അവരെയൊക്കെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവസാനമായി മഹാനവറുകളുടെ ഭാര്യമാരുടെ പേര് കൂടി പരാമർശിച്ചുകൊണ്ട് നമ്മളുടെ ക്ലാസ് അവസാനിപ്പിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ധാരാളം വിവാഹം ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. വിവാഹം ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പരിശുദ്ധമായ ദീനിൽ 4 ഭാര്യമാരെ ഒരു സമയം ഒരാൾക്ക് വിവാഹം ചെയ്യാം എന്നതാണല്ലോ പരിശുദ്ധമായ ദീനിൻ്റെ ചട്ടക്കൂട്, ശർഇൻ്റെ വിധി. ആ ഒരർത്ഥത്തിൽ മഹാനവറുകൾക്ക് ഭാര്യമാരുണ്ടാവുകയും പലരെയും ത്വലാഖ് ചൊല്ലുകയും പലരും പല ഘട്ടങ്ങളിലായി മരണപ്പെടുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 12ഓളം ഭാര്യമാരുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിൽ തന്നെ ധാരാളം മക്കളും ഉണ്ടായിട്ടുണ്ട്. ആ 12 ഭാര്യമാരുടെ പേര് പറയാം. ഒന്നാമത്തെ ഭാര്യ ബിൻത് ശിഹാബ് ബിൻ അബ്ദുല്ലാഹി സുഹരിയ, ബനു സഹറ ഗോത്രത്തിൽ നിന്നുള്ള അഥവാ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ബിൻത് ശിഹാബ് ബിൻ അബ്ദുല്ലാഹി സുഹരിയ എന്ന് പറയുന്നവർ. അവരെയാണ് ആദ്യമായി വിവാഹം ചെയ്തത്. രണ്ടാമത്തത് മാരിയ ബിൻത് ഖൈസ് ബിൻ മഅദി കരിബൽ കിന്ദിയ, കിന്ത് എന്ന പ്രദേശത്തു നിന്നാണ് അദ്ദേഹം അവരെ വിവാഹം ചെയ്തത്. മൂന്നാമത്തെ ഭാര്യയുടെ പേര് ഉമ്മു ആമിർ ബിൻത് അമ്ര, ബഹ്റാ എന്ന പ്രദേശത്തു നിന്നുള്ളവരായിരുന്നു അവരായിരുന്നു മൂന്നാമതായിട്ടുള്ള ഭാര്യ. പിന്നീട് 4ാമതായി വിവാഹം ചെയ്തത് സുബൈദ ബിൻതുൽ ഹാരിസ് ബിൻ യഅ്മർ അഥവാ ബക്ർ ബിൻ വായിൽ എന്ന് പറയുന്ന കുടുംബഗോത്രത്തിൽ നിന്നുള്ളവരായിരുന്നു അവരെയാണ് സുബൈദയെയാണ് വിവാഹം ചെയ്തത്. 5ാമത്തെ ഭാര്യയായിട്ട് വരുന്നത് ഖൗല ബിൻത് അമ്ർ ബിൻ ഔസ്, തഗ്ലബ് ഗോത്രത്തിൽ നിന്നുള്ളവരായിരുന്നു അവർ. 6ാമത്തത് ഉമ്മു ഹിലാൽ ബിൻത് റബീഅ ബിൻ മുറൈ അഥവാ ഉമ്മു ഹിലാൽ ബിൻത് റബീഅ ബിൻ മുറൈ എന്നൊരു ഭാര്യ കൂടിയുണ്ടായിരുന്നു. 7ാമതായി വിവാഹം കഴിച്ച ഭാര്യയുടെ പേര്, 7ാമത്തെ ഭാര്യ എന്ന് പറയുന്നത് ഒരേ സമയം 7 ഭാര്യമാരല്ല, പല ഘട്ടങ്ങളിലായി വിവാഹം ചെയ്തു വന്നവരാണല്ലോ, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പിന്നൊരു ഭാര്യയുടെ പേര് ഉമ്മു ഹക്കീം ബിൻത് ഖാരിൽ, കിനാന ഗോത്രക്കാരിയായിരുന്നു അവർ. 8ാമതായിട്ട് ത്വയ്യിബ ബിൻത് ആമിർ ബിൻ ഉത്ബ, ഖസ്റജി ഗോത്രക്കാരിയായിരുന്നു. സൽമ ബിൻത് ഹസ്ഫൽ തമീമി,
സൽമ ബിൻത് ഹസ്ഫ തൈമിയ, തെയ്മ് ഗോത്രത്തിൽ നിന്നുള്ള സെൽമയെയാണ് പിന്നീട് വിവാഹം ചെയ്യുന്നത്. പിന്നെ തഗ്ലബ് ഗോത്രത്തിൽ നിന്നുള്ള മറ്റൊരു സെൽമയെയും വിവാഹം ചെയ്തിട്ടുണ്ട്. 11ാമത്തെ ഭാര്യ ഉമ്മു ഹുജൈർ എന്നാണ് അവരുടെ പേര്. 12ാമത്തെ ആളുടെ പേര് കൃത്യമായി കാണാനില്ലെങ്കിലും സബിയ്യ് എന്ന് പറയപ്പെടുന്ന ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ഒരു ഭാര്യയെ, ഒരു പെണ്ണിനെയാണ് വിവാഹം ചെയ്തത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇതൊക്കെ വളരെ വിശദമായി പറയാനുള്ള കാരണം, ഈ ഭാര്യമാരിൽ മഹാനവറുകൾക്ക് ഏകദേശം 36ഓളം മക്കളുണ്ടായിട്ടുണ്ട് എന്നും 18 ആൺകുട്ടികളും 18 പെൺകുട്ടികളുമായിരുന്നു അവരെന്ന് ചരിത്രത്തിൽ കാണുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. അതിലേറെ മറ്റൊരു ആശ്ചര്യമുണ്ടാക്കുന്ന, കൗതുകമുണ്ടാക്കുന്ന സംഭവം, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് 36 കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ, വിവാഹം ചെയ്ത ആദ്യ കാലങ്ങളിൽ ഏകദേശം 40 വയസ്സോളം മഹാനവർകൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, മക്കളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ആദ്യമായി ഒരു കുഞ്ഞുണ്ടാകുന്നത് 40ാമത്തെ വയസ്സിലാണ്. പിന്നീട് ആ ഭാര്യ മരണപ്പെട്ടതിനു ശേഷം, ഭാര്യമാരെ വിവാഹം ചെയ്തതിനൊക്കെ ശേഷമാണ് മക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ കാണുമ്പോൾ ഒരു വല്ലാത്ത കൗതുകം തോന്നുന്നുണ്ട്. ഈ 36 മക്കളെയും 18 ആൺകുട്ടികളുടെയും 18 പെൺകുട്ടികളുടെയും പേര് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രത്യേകം എഴുതപ്പെട്ടതായി കണ്ടപ്പോൾ ഒരു ചരിത്രം വായിക്കുന്നയാളെന്ന നിലയിൽ വല്ലാത്ത കൗതുകം തോന്നി. നമ്മുടെ ചരിത്ര പണ്ഡിതന്മാർ എത്ര സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ മഹാന്മാരായ ബദരീങ്ങളിൽ പ്രമുഖരായ, അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ പ്രമുഖരായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തെ മനോഹരമായി രേഖപ്പെടുത്താൻ അവരൊക്കെ ശ്രമിച്ചിട്ടുള്ളത് എന്നത് ഏറെ കൗതുകവും സന്തോഷവും നൽകിയൊരു കാര്യമാണ്. മഹാനവറുകളുടെ കുടുംബവും ചരിത്രവും സഹോദരങ്ങളും സഹോദരിമാരും അവരുടെ മക്കളും അവരുടെ മക്കളിലെ മക്കളുമൊക്കെയുള്ള പടർന്നു പന്തലിച്ച ആ വലിയ കുടുംബത്തെ നമ്മൾ പറയാനുള്ള കാരണം, അവരിലെ പലരും പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരുപാട് സ്ഥാനങ്ങൾക്ക് അർഹിച്ചവരും ഒരുപാട് വലിയ സംഭാവനകൾ ചെയ്ത് കടന്നുപോയവരുമായതുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ് അടുത്ത ഘട്ടത്തിൽ, അടുത്ത പാർട്ടുകളിൽ നമുക്ക് മഹാനവറുകളുടെ വിശേഷങ്ങൾ പറയാം, സവിശേഷ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് പറയാം, മഹാനവറുകളുടെ പോരാട്ടങ്ങളെക്കുറിച്ച് സ്മരിക്കാം, മഹാനവറുകളുടെ പരിശുദ്ധമായ ദീനിനുള്ള സംഭാവനകളെക്കുറിച്ച് ധാരാളമായി പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. من أصحاب رسول الله رجال 10 خير الناس بعد الرسل كرام بررة أبو بكر عمر وعثمان وعلي وسعيد وسعد طلحة والزبير وعامر وابن العوف تمام 10.